इजाफे की कोशिश करनी है। അതുകൊണ്ട് ഈ ആത്മാർത്ഥതയെ ഒരിക്കലും തന്നെ നിങ്ങൾ മരിക്കാൻ അനുവദിക്കരുത്. മറിച്ച് ദൈനംദിനം ഇതിനെ ഉന്നതങ്ങളിൽ നിന്നും ഉന്നതങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. और इसके लिए जैसा कि मैंने कहा, अल्लाह ताला के इस हुक्म को हमेशा याद रखें कि खुदाए वाहिद व यगाना की इबादत और नेक अमाल एक मोमिन के लिए इंतहाई ज़रूरी हैं. അതുകൊണ്ട് ഇതിനു വേണ്ടി അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന രണ്ട് കുറുക്കു വഴികൾ, ഒന്ന് അള്ളാഹുവിലുള്ള വിശ്വാസവും ആരാധനകൾ നിലനിർത്തലും സൽപ്രവർത്തികൾ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അത് രണ്ടും നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുക. अपने आप को हर मख्फी शिर्क से भी बचाएं. നമ്മളെ എല്ലാവിധത്തിലുള്ള ഗൂഢമായിരിക്കുന്ന ശിർക്കുകളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക. यहाँ आपके आपस में मुख्तलिफ मज़ाहब के साथ ताल्लुकात हैं और उनकी वजह से बाज़ बिदात जो हैं, गलत रसूमात जो हैं, आपस में मिलने जुलने की वजह से राह पा जाती हैं. ഇവിടെ മറ്റുള്ളവരുമായി നിങ്ങൾ കൂടുമ്പോൾ ചില ആചാരാനുഷ്ഠാനങ്ങൾ നിങ്ങളോടിലും അലിഞ്ഞു ചേരുന്നുണ്ട്. अपने आप को इनसे हमेशा बचा के रखें. അപ്പോൾ അങ്ങനെയുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും മറ്റുള്ളവരുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കാൻ വേണ്ടി എപ്പോഴും തന്നെ ശ്രമിക്കുക. क्योंकि यही बातें फिर आहिस्ता आहिस्ता शिर्क की तरफ ले जाती हैं. പിന്നീട് ഇത് പതുക്കെ പതുക്കെ നമ്മളെ शिर्किലേക്ക് കൊണ്ടുപോകും. अल्लाह ताला के फजल से इस सूबे में अहमदी भी बाकी आबादी की तरह यहाँ तालीम का मयार है, उसके मुताबिक 100% तालीम याफ्ता हैं. ഇവിടെ മറ്റുള്ളവരെ പോലെ തന്നെ അഹമ്മദികളും ഈ പ്രദേശത്തില് പൊതുവില് 100% സാക്ഷരരാണ്. तो इस तालीम को अपनी दीन की हिफाजत के लिए इस्तेमाल करें. അതുകൊണ്ട് ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഈ വിദ്യാഭ്യാസത്തെ നിങ്ങൾ വിനിയോഗിക്കുക. दीनी तालीम का हसूल भी आप लोगों का एक अहम मकसद होना चाहिए. ദീനി അറിവ് കരസ്ഥമാക്കൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യമായി മാറേണ്ടതാണ്. ताकि अपने ईमान की हिफाजत के साथ अपने बच्चों में भी दीन से ताल्लुक़ पैदा करके उनकी हिफाजत भी करने वाले हों. നിങ്ങൾ നിങ്ങളുടെ ഈമാനെ രക്ഷിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ സന്താനങ്ങളെയും രക്ഷിക്കാനും അവരെയും മതപരമായ രീതിയിൽ ബന്ധപ്പെടുത്താനും സാധിക്കുന്നതാണ്. ताकि आइंदा नस्लों का ईमान भी हमेशा तरक्की करते चले जाने वाला हो. അങ്ങനെ ഭാവി തലമുറയുടെ വിശ്വാസ ദൃഢീകരണത്തിന് നിങ്ങൾ കാരണമായി തീരുന്നതാണ്. और फिर इस दीनी इल्म को इस्तेमाल करके दावत इल्लाह में भी अहम किरदार अदा करने वाले बने. ഈ ആത്മീയമായ ദീനീപരമായിരിക്കുന്ന അറിവ് കരസ്ഥമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ദഅവത്തെ ഇലല്ലാ പ്രവർത്തനങ്ങളിലും മുന്നേറ്റം നടത്താൻ സാധിക്കുന്നതാണ്. ये सरजमीन ऐसी है जहाँ हिंदुओं के अलावा यहूदी भी आकर आबाद हुए. फिर उनकी तलाश में हज़रत ईसा की ख़ास सवारी हज़रत थॉमस यहाँ आए, ईसाइयत यहाँ फैली. फिर जैसा कि यहाँ मशहूर है, हज़रत मालिक बिन दिनार के ज़रिए इस्लाम की इब्तिदा अरब ताजरों के ज़रिए यहाँ इस्लाम के इब्तिदाई ज़माने में हो गई. ഇവിടെ ആദ്യകാലത്ത് ജൂതന്മാർ വന്നു, പിന്നീട് ക്രിസ്തുമതം ഇവിടെ പ്രചരിപ്പിച്ചു, തോമസ്ലിയ വന്നു, പിന്നെ അതിന് ശേഷം ഇവിടെ മാലിക് ബിൻ ദീനാർ ഇവിടെ വന്ന് ഇവിടെ ഇസ്ലാം മതം പ്രചരിപ്പിച്ചു എന്നെല്ലാം തന്നെ ചരിത്രത്തിൽ നമ്മൾ കേൾക്കുന്നു. अब आपको अल्लाह ताला ने मसीह मोहम्मदी के मानने की तौफीक दी है. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ മുഹമ്മദി മസീഹിനെ വിശ്വസിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകിയിരിക്കുകയാണ്. तो इस पैगाम को एक खास कोशिश और जद्दोजहद के साथ आगे पहुंचाएं. അതുകൊണ്ട് കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് പ്രത്യേകമായ രീതിയിൽ ഈ സന്ദേശത്തെ എല്ലായിടത്തും എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. और हजरत सल्लल्लाहु अलैहि वसल्लम के झंडे तले इस हिस्से की आबादी को भी लाने की कोशिश करें. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പ്രിയദാസരിൽ ഇവരെ എല്ലാവരെയും തന്നെ ചേർക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. कि अब दुनिया की असल निजात हजरत सल्लल्लाहु अलैहि वसल्लम के झंडे तले आने में ही है. ഇപ്പോൾ ലോകത്തിന്റെ യഥാർത്ഥത്തിലുള്ള മോക്ഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പതാകക്ക് കീഴിൽ ലോകർ ഒരുമിച്ച് ചേരുന്നത് കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. और इस जमाने में हज़रत मसीह मौऊद अलैहिस्सलाम को अल्लाह ताला ने इसलिए भेजा है. ഈ കാലഘട്ടത്തിൽ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു അയച്ചതും ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. बस अब हम पर यह जिम्मेदारी है कि इस पैगाम को जो हज़रत मसीह मौऊद अलैहिस्सलाम के ज़रिए दुनिया में फैलाना अल्लाह ताला ने मुक़द्दर फरमाया है, एक कोशिश के साथ फैलाने की तरफ तवज्जो करें. അതുകൊണ്ട് അള്ളാഹു ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഏതൊരു സന്ദേശം കൊണ്ട് അയച്ചിട്ടുണ്ടോ
ആ സന്ദേശത്തെ വളരെ പ്രയത്നത്തിലൂടെ നമ്മൾ ലോകത്ത് എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്തം നമ്മളിൽ ഓരോരുത്തരിലും ഇപ്പോഴുണ്ട്. दुनिया की तवज्जो अब पहले से बढ़कर अहमदियत की तरफ हो रही है. ലോകത്തിന്റെ ശ്രദ്ധ ഇപ്പോൾ അഹമ്മദിയത്തിലേക്ക് മുമ്പത്തേക്കാൾ കൂടുതൽ തിരിഞ്ഞിരിക്കുകയാണ്. इसका आपने अपने इलाके में भी मीडिया के जरिए महसूस किया होगा. ഇത് ഈ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ നിങ്ങൾ നിങ്ങളുടെ പ്രദേശത്തും നിങ്ങളുടെ അടുത്തും നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാകും, അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. और मुखालफत में भी और सुनने के लिए भी एक खास तवज्जो अहमदी की तरफ हो गई है दुनिया की. എതിർക്കുന്ന കാര്യത്തിലും അതേപോലെ തന്നെ ജമാഅത്തിന്റെ സന്ദേശം കേൾക്കുന്ന കാര്യത്തിലും പ്രത്യേകമായി താല്പര്യം ഇപ്പോൾ ലോകത്ത് കണ്ടുവരുന്നു. बस अपने अंदर पाक तब्दीलियां पैदा करते हुए और अल्लाह ताला से मदद मांगते हुए हमें पहले से बढ़कर अपनी जिम्मेदारियों को अदा करने की कोशिश करनी चाहिए. അതുകൊണ്ട് നമ്മളിൽ ഒരു ആത്മീയമായ മാറ്റം, പരിശുദ്ധമായ മാറ്റം വരുത്തിക്കൊണ്ട് അള്ളാഹുവിനോട് കൂടുതലായിട്ട് സഹായം തേടിക്കൊണ്ട് നമ്മൾ ഇതിനു വേണ്ടി സ്ഥിരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. हमेशा इस बात को याद रखें कि हज़रत मसीह मौऊद अलैहिस्सलाम ने फरमाया है कि मुझे दुआओं का हथियार दिया गया है. എപ്പോഴും തന്നെ നമ്മൾ ഓർക്കേണ്ടത് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ദുആ ആകുന്ന ആയുധം നൽകിയിരിക്കുന്നു എന്നാണ്. इसलिए दुआओं की तरफ हमें बहुत ज्यादा तवज्जो देने की जरूरत है. അതുകൊണ്ട് ദുആ ചെയ്യുന്ന കാര്യത്തിൽ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. यही है जो इंशाअल्लाह ताला हमारी कामयाबी का बायस बनेगी. ഇതായിരിക്കും എല്ലാ വിജയങ്ങൾക്കും കാരണമായി തീരുക. अल्लाह ताला हमें इसकी तौफीक अता फरमाए. അല്ലാഹു നമുക്ക് ഇതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. अल्हम्दुलिल्लाह नहमदुहु व नस्तईनुहु व नस्तगफिरुहु व नु'मिनु बिही व नतवक्कलु अलैहि व नऊज़ु बिल्लाहि मिन शुरूरि अनफुसिना व मिन सय्यिआति अअमालिना. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.